ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാൻ പുറത്ത് പോകുമ്പോൾ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. ബർത്ത്ഡേക്ക് മുൻപുള്ള കുഞ്ഞു ഷോപ്പിംഗ് തന്നെയായിരുന്നു. കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് ഈ വീഡിയോസൊക്കെ ഡിലേ ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ നടുക്ക് വിഷു വന്നു, അതുകൊണ്ട് അതാദ്യം പബ്ലിഷ് ചെയ്തു, ഇതവിടെ വെച്ചു. അപ്പോൾ ഫസ്റ്റ് പോയത് മോൾക്ക് എൻ്റെ വക, എൻ്റെ ഈ കുഞ്ഞു വരുമാനത്തുനിന്ന് എൻ്റെ മോൾക്ക് ഒരു സൈക്കിള് വാങ്ങാൻ പോയി. അവൾക്ക് ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണിത്. ഈ പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാകുമെന്ന് വെച്ചോ. എനിക്ക് ആദ്യം അറിയാം ഇവളെന്തായാലും അവിടെ നിന്ന് കാണുമ്പോൾ കയറാനൊക്കെ നോക്കും, വീട്ടിലെത്തിയാൽ എന്തായാലും കരച്ചിലായിരിക്കും. അവൾക്ക് പേടിയാണ് ഇങ്ങനെ ഉരുണ്ടു പോകുന്ന സാധനങ്ങളൊക്കെ പേടിയാണ്. പക്ഷേ അവരത് എടുത്തു വെച്ചപ്പോൾ ലൈറ്റൊക്കെ കത്തുന്ന കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. എൻ്റെ ആദ്യത്തെ വരുമാനത്തുനിന്ന് ഞാൻ മൂക്ക് വാങ്ങിക്കൊടുത്ത സാധനം ഭയങ്കര സന്തോഷമായി. അവളെ ഈ ചിരി കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ആദ്യമേ വിചാരിച്ചതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ അതെൻ്റെ മോക്കൊരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ പറ്റണേന്ന്. അതെന്തായാലും നടന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അമ്മമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അന്ന് വീട്ടിൽ. അമ്മമ്മ കുറച്ച് ദിവസം നിൽക്കാൻ വന്നിരുന്നു പറഞ്ഞില്ലേ, 2 ദിവസം നിൽക്കാൻ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് നേരെ ഇവൾ അന്ന് കാണിച്ചു തന്ന സ്ഥലം തന്നെയല്ലേ, തലശ്ശേരി കടൽപ്പാലം അല്ലേന്ന്. അത് തലശ്ശേരി കടൽപ്പാലത്ത് തന്നെയാണ് വന്നത്. പക്ഷേ ഇപ്രാവശ്യം വന്നതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉറുക്കില്ലേ, ഏലസ്, അത് ജപിച്ച് കെട്ടിയിരുന്നേ. എൻ്റെ കയ്യിലും അമ്മേൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള തകിടാണിത്. അപ്പോൾ ഇത് ചളുങ്ങിയേരം നമ്മൾ അത് വിറ്റു. അപ്പോൾ ജ്വല്ലറിയിൽ നിന്ന് അവർ പറഞ്ഞതാണ് ഉള്ളിലുള്ള സാധനം ഈ ചവിട്ടിപ്പോകുന്ന സ്ഥലത്ത് ഇടാൻ പാടില്ല, വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അത് കളയാൻ. അപ്പം ഞാനത് കടലിൽ എറിയുക ചെയ്തത്. എന്തായാലും തിരമാല വന്നത് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ആ ഒരു ആവശ്യത്തിനാണ് ഇപ്രാവശ്യം ഞാൻ ഇവിടെ വന്നത്. ഷോപ്പിങ്ങിനായിട്ട് വന്ന വഴിക്ക് ഇതും കൂടി നടന്നോട്ടേ എന്ന് വിചാരിച്ചു. പിന്നെ അമ്മമ്മയും കൂടി ഉള്ളതല്ലേ, പുറത്ത് പോകുമ്പോൾ കടൽപ്പാലത്തിലെല്ലാം കൊണ്ടുപോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്നത്തെ അത്ര തിരക്കൊന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു. മോളുടെ മൂഡും ഇപ്രാവശ്യം അത്ര നല്ലതല്ലായിരുന്നു. അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നേ, വെള്ളമെല്ലാം കണ്ടിട്ട്. ഇപ്രാവശ്യം എന്തോ ആളത്ര ഹാപ്പിയൊന്നുമല്ല. ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് എന്തോ ആൾക്കത്ര ഇഷ്ടമായിട്ടില്ല അന്ന് ഇവിടെ വന്നത്. കരച്ചിലും വാശിയോ എന്തെല്ലോ ആയിരുന്നു. അന്ന് അത്ര തിരക്കും കുറവായിരുന്നേ. അന്ന് ഞാൻ ഫസ്റ്റ് പോയപ്പോൾ കാണിച്ചെന്ന് അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു അന്ന്. പിന്നെ നല്ല വെയിലും ചൂടുമല്ലേ, അപ്പോൾ വെള്ളമെല്ലാം എടുത്തിട്ട് തന്നെയാണ് പോയത്. വെള്ളം കണ്ടുകൊണ്ട് അത് കുടിക്കലാണ് പരിപാടി. അത് കയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കരിയുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു അന്ന്. പിന്നെ വെയിൽ ഞങ്ങളൊരു വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടാവും പോകുമ്പോൾ. അല്ലാണ്ട് കടൽപ്പാലത്തുമ്മലെല്ലാം പോയിരുന്നാൽ നമ്മൾ ചിലപ്പോൾ ചത്തുപോകും, അമ്മാതിരി ചൂടാണ്. പിന്നെ ഞാനന്ന് കാണിച്ചു തന്നില്ലേ എൻ്റെ ചെരുപ്പ് പൊട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം അതും കൂടി വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് കടൽപ്പാലത്തുനിന്ന് പിന്നെ വേഗം പോയത് ചെരുപ്പ് വാങ്ങാനാണ്. അപ്പോൾ അവിടെ അടിപൊളി കുറേ നല്ല കളക്ഷനൊക്കെ ഉണ്ട് ചെരുപ്പിൻ്റെ. ഞാൻ കുറച്ച് വീഡിയോസ് അവിടുന്ന് എടുത്തു. ഞാൻ സെലക്ട് ചെയ്ത ചെരുപ്പ് ഇതാണ് കേട്ടോ എനിക്കിഷ്ടമായത്. എനിക്ക് കുറച്ച് ഹീലൊക്കെ വേണം, ഞാൻ ഹൈറ്റ് കുറവാണ്. പിന്നെ അവിടെ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മോൾക്കും ഒരു ചെരുപ്പ് വാങ്ങിയിരുന്നു, ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ചെരുപ്പ് വാങ്ങിയിരുന്നു. അവൾ പിന്നെ വേറെ എന്തെല്ലോ വിളിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ട തിരക്കിൽ അത് നോക്കിയില്ല, അമ്മയാണ് അവളെ നോക്കുന്നത്. പിന്നെ വീട്ടിലെത്തിയാലും ഞാൻ പറഞ്ഞല്ലോ അവൾ എന്തായാലും കരച്ചിലായിരിക്കും സൈക്കിളിന്മേൽ കയറിയാലെന്ന്. സൈക്കിൾ ഉരുണ്ടു പോകുമ്പോൾ ആളുടെ സ്വഭാവം കണ്ടോ, എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഇങ്ങനെയായിരിക്കും ഉണ്ടാകുകയെന്ന്. ഇപ്പോൾ അവൾ ഓക്കെ ആയിട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ സൈക്കിളുമ്പോൾ കയറലും ഇറങ്ങലും അതിൻ്റെ മുകളിൽ തന്നെയാണ് ആളിപ്പോൾ. അവൾക്ക് ഇഷ്ടമായി നല്ലോണം. ഫുൾ ടൈമും പാട്ടൊക്കെ വെച്ച് നടക്കലാണ് ഇപ്പോൾ പരിപാടി. എന്തായാലും ഞാനും ഹാപ്പിയായി, അവളും ഹാപ്പിയായി. എൻ്റെ സമ്മാനം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോയിൽ കാണും. അതുവരേക്കും ബൈ.